നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മധ്യവർഗക്കാർക്കും ഇടത്തരക്കാർക്കും ആശ്വാസമാകുന്ന ബജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ആദായ നികുതി പരിധിയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇളവാണ് നൽകിയത്. ആദായ നികുതി പരിധി 12 ലക്ഷമാക്കി ഉയർത്തി. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വൻ നിരാശ. കേരളം ആവശ്യപ്പെട്ട 24,000 കോടി രൂപയുടെ പാക്കേജ് ബജറ്റിൽ അനുവദിച്ചില്ല. കേരളത്തിന് ന്യായമായ പരിഗണന പോലും കിട്ടിയില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പാചകവാത സിലിണ്ടറിന്റെ വില കുറച്ചു. 19 കിലോ വാണിജ്യ സിലിണ്ടറിന്റെ വിലയാണ് 7 രൂപ കുറച്ചത്. ഇതോടെ സിലിണ്ടറിന് വില 1797 രൂപയായി. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ സമരം പിൻവലിച്ചു. പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. പവന് 120 രൂപ വർദ്ധിച്ച് 61,960 രൂപയിലെത്തി. 1 ഗ്രാം സ്വർണത്തിന് 7,745 രൂപ. നാടോടി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവാവിന് പോക്സോ കോടതി ഇരട്ട ജീവപര്യന്തവും 1,10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. നാടോടി വിഭാഗത്തിൽപ്പെട്ട മുത്തനെയാണ് കൊടുങ്ങല്ലൂർ അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. തിരുവില്ലാമല എരവത്തൊടി പാടശേഖരത്തിലെ 8 ഏക്കറോളം നെൽകൃഷി കർഷകർ ഉപേക്ഷിച്ചു. ജലലഭ്യത ഇല്ലാതായതോടെ കർഷകർ കൃഷി ഉപേക്ഷിക്കുകയായിരുന്നു. പുത്തൂർ മാന്നാമംഗലത്തെ മലയണ്ണാന്റെ ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു. മാന്നാമംഗലം സ്വദേശി വൈനിലയിൽ മത്തായിക്കാണ് കുരുമുളക് പറിക്കുന്നതിനിടെ മലയണ്ണാന്റെ കടിയേറ്റത്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച മികവുത്സവം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് ലഭ്യമാകുന്ന അന്തസ്സുറ്റ തൊഴിലവസരങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണെന്ന് മന്ത്രി. കേരളത്തിൽ 707 വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്നതായി കണക്കുകൾ. സർക്കാരിന്റെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ 17 വൃദ്ധസദനങ്ങൾ. വെള്ളാങ്കല്ലൂർ കോണത്തുകുന്ന് ഗവൺമെന്റ് UP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA നിർവഹിച്ചു. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി അധ്യക്ഷത വഹിച്ചു. K. കരുണാകരൻ സ്മാരക മാള സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ ഡോക്ടറെ നിയമിക്കാൻ മാള പഞ്ചായത്ത് 6 ലക്ഷം രൂപ അനുവദിച്ചു. വൈകിട്ട് ഡോക്ടറുടെ സേവനം ലഭിക്കുന്നതിനാണ് പ്രഥമ പരിഗണന. അരിമ്പൂർ മഹാത്മാ ഗ്രന്ഥശാലയിൽ നിന്ന് പത്രങ്ങൾ മോഷണം പോകുന്നത് പതിവാകുന്നു. CCTVയിൽ നിന്ന് പത്രമോഷ്ടാക്കളെ തിരിച്ചറിഞ്ഞു. ഓർഫനേജ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കുരിച്ചിറയിൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ഫാദർ ലിജോ ചിറ്റ്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ കീഴിൽ പിയർ എഡ്യൂക്കേറ്റർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിദ്യാർത്ഥികൾക്ക് ബ്ലോക്ക് തല പരിശീലനം നൽകി. പെരിഞ്ഞനം ഹെൽത്ത് ബ്ലോക്കിന് കീഴിൽ വരുന്ന വിദ്യാർത്ഥികൾക്കുള്ള ക്യാമ്പ് ED ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി തിരുഹൃദയ ഫറവോന ദേവാലയത്തിലെ തിരുനാളിന് തുടക്കമായി. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂർ എന്നിവർ കാർമ്മികരായി. സോഷ്യലിസ്റ്റ് നേതാവും ജില്ലാ കൌൺസിൽ അംഗവുമായിരുന്ന പൗലോസ് താക്കോൽക്കാരന്റെ 32ാം അനുസ്മരണ ദിനം RJD ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മറോലി ഉദ്ഘാടനം ചെയ്തു. മണലിത്തറ അയ്യപ്പൻകാവിൽ വടക്കുംവാതിൽ ഗുരുതി ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി പാനവൂർ ദിവാകരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആലപ്പാട് പൊറത്തൂർ സെന്റ് ആന്റണീസ് പള്ളിയിലെ സംയുക്ത തിരുനാൾ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ പൊതുപ്രവർത്തകൻ ഷൈജു സായിറാം നിർവഹിച്ചു. വികാരി ഫാദർ ജോയ് മുരിങ്ങത്തേരി, ജനറൽ കൺവീനർ CI വിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ പഞ്ചായത്തും വെങ്കിടങ് പഞ്ചായത്തും സംയുക്തമായി 12ാം വാർഡിൽ നിർമ്മിച്ച മഹാത്മാഗാന്ധി റോഡ് തുറന്നു നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു.
പെരുവന മാറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് ചാത്തക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പൂരം പത്രിക പ്രകാശനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ MP മുരളീധരൻ, പ്രേംരാജ് ചുണ്ടലത്ത് എന്നിവർ MLA KK രാമചന്ദ്രന് പത്രിക നൽകി പ്രകാശനം നിർവഹിച്ചു. അന്തിക്കാട് പടിയം എടത്തിരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രുക്മണി സ്വയംവരവും നടന്നു. രുക്മണി സ്വയംവരം ആഘോഷയാത്രയായി നിരവധി ഭക്തർ പങ്കെടുത്തു. പെരിഞ്ഞനം പഞ്ചായത്തിന്റെയും പെരിഞ്ഞനം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും പാലിയേറ്റീവ് രോഗികളുടെ കുടുംബസംഘവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പാഴിയൊട്ടുമുറി ശ്രീ പാറങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ വേല ആഘോഷിച്ചു. 2 ഗജവീരന്മാരുടെയും മേളത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. വാടാനപ്പള്ളി പഞ്ചായത്തിലെ 11 സ്കൂളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ച് സയൻസ് ക്രീം ക്ലാസ് നടത്തി. വാടാനപ്പള്ളി GHSS പ്രിൻസിപ്പൽ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി വോളിബോൾ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. ED ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു. മെറിറ്റ് ഡേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ നന്മ വയോജന സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ നേത്രപരിശോധന ക്യാമ്പും രക്തനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ വാർഷികാഘോഷം SC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലൻ അധ്യക്ഷനായി. മുരിയാട് പഞ്ചായത്തിന്റെ 3ാം 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ആനന്ദപുരം ശ്രീകൃഷ്ണ സ്കൂളിൽ സാനിറ്റേഷൻ കോംപ്ലക്സ് നിർമ്മാണ ഉദ്ഘാടനം നടത്തി. മുരിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതിദേവി തറക്കല്ലിൽ നിർവഹിച്ചു. തെക്കുംകര പഞ്ചായത്തും തൃശൂർ ജില്ലാ വ്യവസായ വാണിജ്യ വകുപ്പും ചേർന്ന് ഒരുക്കുന്ന മച്ചാട് കാർണിവൽ സീസൺ 3യുടെ സ്റ്റാളുകൾക്കുള്ള കാൽനാട്ടൽ കർമ്മം നടത്തി. SFIL ഡയറക്ടർ മേരി തോമസ് കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊച്ചിനാംകുളങ്ങര ക്ഷേത്രോത്സവം ഈ മാസം 12-ന് നടക്കും. ഉത്സവത്തിന് തിങ്കളാഴ്ച കൊടിയേറും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സാഹിത്യകാരൻ പ്രസാദ് കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഡ്രൈഡേ ദിനത്തിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ച് മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി. വള്ളിവട്ടം ചിരട്ടക്കുന്ന് സെന്ററിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ച് മദ്യവിൽപ്പന നടത്തുകയായിരുന്ന തെക്കേ വീട്ടിൽ ഉണ്ണികൃഷ്ണനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. കടവല്ലൂർ രാമസ്വാമി ക്ഷേത്രത്തിലെ ദീപ ഏകാദശിക്ക് തുടക്കമായി. 10 ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളിൽ വിശേഷാൽ പൂജകൾ, മേളത്തോടുള്ള ശീവേലി, ദേശക്കാർ നടത്തുന്ന ഏകാദശി വിളക്ക് തുടങ്ങിയവ ഉണ്ടാവും. കടപ്പുറം വട്ടേക്കാട് അഷിഖ് ബർദാൻ തങ്ങളുടെ ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടിയേറി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ N അലിമോൻ മഹൽ, കമ്മിറ്റി പ്രസിഡന്റ് RK ജമാലുദ്ദീൻ എന്നിവർ കൊടിയേറ്റം നിർവഹിച്ചു. തിരുവില്ലാമല ശ്രീ വില്വാദ്രനാഥ ക്ഷേത്രത്തിൽ ഈ മാസം നടക്കുന്ന ലക്ഷാർച്ചന ഏകാദശി മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം MP മുരളീധരൻ, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് MP ദിവാകരൻ ബ്രോഷർ നൽകി പ്രകാശനം നിർവഹിച്ചു. ഈ മാസം 24-നാണ് ഏകാദശി. പെരിഞ്ഞനത്ത് ബാങ്കിന്റെ ജനറേറ്ററിന് തീപിടിച്ചു. ജീവനക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പെരിഞ്ഞനം സെന്ററിൽ പ്രവർത്തിക്കുന്ന കാത്തലിക് സിറിയൻ ബാങ്കിലാണ് സംഭവം. എരുമപ്പെട്ടി പുഴയിൽ അറവ് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. പഴവൂർ പാലത്തിന് താഴെയാണ് അറവ് അവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക് കവറുകളിലാക്കി തള്ളിയത്. ചാലക്കുടി പൂലാനി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മഹോത്സവം വർണ്ണാഭം. ഉത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള പള്ളിവേട്ട നാളെ നടക്കും. VHHS പുത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 12ാമത് ബാച്ച് സീനിയർ SPC ഗേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ മൈതാനത്ത് നടന്നു. പാസിംഗ് ഔട്ട് പരേഡിൽ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ സല്യൂട്ട് സ്വീകരിച്ചു. ചാലക്കുടി സെന്റ് മേരീസ് ഫറവോന പള്ളിയിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ 50 തിരുനാൾ ഈ മാസം 7, 8, 9 തീയതികളിൽ ആഘോഷിക്കും. ബുധനാഴ്ച വൈകിട്ട് ഫറവോന വികാരി ഫാദർ വർഗീസ് പാത്താടൻ കൊടിയേറ്റം നിർവഹിക്കും.
പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 77ാമത് വാർഷികവും വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയപ്പും നടന്നു. MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടമുറികൾ വാടകയ്ക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട ബൈലോ ഭേദഗതി നിർദ്ദേശത്തെ ചൊല്ലി കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. കോൺഗ്രസ് RMP അംഗങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾ ഭരണപക്ഷം പ്രതിരോധിച്ചതോടെ ബഹളത്തിനിടയാക്കുകയായിരുന്നു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.